അവനിനി വല്ല പാണ്ടിവടിക്കും കയറി പൊള്ളാച്ചിക്കും ഞാൻ പോയോ? കുറെ നാളായിട്ട് പോത്തും കുഞ്ഞിനെ വേണമെന്ന് വീട്ടിൽ പറയുകയും ചെയ്തേണ കേട്ടതാ. ഈ കൊച്ചുവർക്ക് ഏത് അവര് ഏത് ക്ലാസ്സിലെ പഠിക്കാന്ന് വെച്ചാൽ അവരും പോയി. ഹായ് മോളു. മനസ്സിലായോ? പിന്നെ മനസ്സിലായിരുന്നു, ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. ഈ സ്കൂളിൽ പഠിക്കുന്ന മിടുക്കി മോൾ, ശരിയല്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷേ മിടുക്കി സുന്ദരകുട്ടിക്ക് പേരില്ലേ? അത് പറ. എന്റെ മോളെ അത് ഇപ്പൊ ഓർക്കുന്നില്ല. എന്റെ മോനെ കണ്ടായിരുന്നോ? മോളെങ്ങാനും കണ്ടായിരുന്നോ? അവനെ ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവൻ ക്ലാസ്സിലിരുന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. അങ്കിൾ പേടിക്കണ്ട. അങ്കിൾ ആദ്യം എന്റെ പേരെന്ന് പറഞ്ഞേ കേക്കട്ടെ. എന്റെ പൊന്നു മോളെ, ഇപ്പൊ എനിക്കത് ഓർത്ത് നിൽക്കാൻ അറിയില്ല. പക്ഷെ എനിക്ക് മോളുടെ പേരെന്നാന്ന് അറിയാം. ഞാനൊരു ക്ലൂ തരാം. ക്ലൂ? ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ. ആ ക്ലൂ അല്ലേ? പറഞ്ഞോ പറഞ്ഞോ. ഡാഡിയിലുണ്ട്, മമ്മിയിലില്ല. തങ്കുവിലുണ്ട്, താരയിലില്ല. ഓ, പിടികിട്ടി. അതാർന്നല്ലേ? എന്നിട്ടെന്താ പറയാത്തത്? വേഗം പറ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ആ ക്ലൂ ഒന്നുകൂടി പറഞ്ഞേ. ഡാഡിയിലുണ്ട്, മമ്മിയിലില്ല. തങ്കുവിലുണ്ട്, താരയിലില്ല. ഡിങ്കൻ. ഡിങ്കനോ? എന്റെ പേരോ? ലുട്ടാപ്പി. സോറി, ലുട്ടാപ്പി എന്നാണല്ലേ മോളുടെ പേര്? ഡാഡി. ഹായ് മോനെ. ഡാഡി, ഇതെന്റെ കൂട്ടുകാരൻ ഡിങ്കു. ഡിങ്കോ? അപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരം ശരിയാ. അപ്പൊ എനിക്ക് ഗ്യാസ് മിഠായി വാങ്ങി തരണം. ഗ്യാസ് മിഠായിയോ? ആ. ഡാഡി, സത്യത്തിലൂടെ എന്താ പ്രശ്നം? മോനെ, നിന്റെ ഈ കൂട്ടുകാരി പേര് പറയാവോന്ന് ചോദിച്ചു. ഒരു ക്ലൂ തന്നു. ആ ക്ലൂ വെച്ച് ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. അപ്പൊ എനിക്ക് ഗ്യാസ് മിഠായി തരണ്ടേ? ഉറപ്പായും വാങ്ങി തരണം. ഡിങ്കു, ഗ്യാസ് മിഠായി വേഗം വാങ്ങി കൊടുത്തോളൂ. വേണ്ട, എനിക്ക് ഐസ്ക്രീം ആയാലും മതി. അപ്പോ ശരിക്കും എന്റെ പേരെന്താ? ഇത്ര വേഗം മറന്നുപോയോ? നിന്റെ പേര് ഡിങ്കു. എന്നാ നിന്റെ ഡാഡി പറഞ്ഞത് ഡിങ്കൻ എന്നാണ്. പിന്നെ പറഞ്ഞ ലുട്ടാപ്പി എന്ന്. ഇതെങ്ങനെ ശരിയാവും? ഞാൻ എന്നാലും അതില് ഇന്നങ്ങ് കളഞ്ഞാ പോരെ, ബാക്കിയുള്ളത് ശരിയല്ലേ? ഡിങ്കൻ തെറ്റിപ്പോയി ഡാഡി. അപ്പൊ ലുപ്പാട്ടിയോ? ലുപ്പാട്ടി അല്ല, ലുട്ടാപ്പി. അതുപോലെ നേരെ ചൊവ്വേ പറയാൻ അറിയില്ല. എന്നിട്ടാണ് ഗ്യാസ് മിഠായി മേടിച്ചു തരാൻ കളയുന്നത്. ഞാൻ ഇപ്പൊ മേടിച്ചു തന്നെ. ഡാഡി മൊത്തം നാട്ടിച്ചു. എന്റെ മക്കളെ, ഈ ഡിങ്കനും ലുട്ടാപ്പിയൊക്കെ ആരാന്ന് എനിക്കറിയില്ല. ഇവിടെ പഠിക്കുന്ന പിള്ളേരാണോ? ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അയ്യോ, പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. സോറി കേട്ടോ. ഓ, കാർട്ടൂൺ കഥാപാത്രങ്ങളായിരുന്നല്ലേ? എന്ത് ചെയ്യാം, ഞാൻ ഈ ഡിങ്കനും ലുട്ടാപ്പിയും ഒന്നും കാണാറില്ല. ഞാൻ തോമാഞ്ചേരിയെ കാണാം. അല്ലടാ മോളെ, അങ്ങനോടൊന്നും തോന്നരുത് കേട്ടോ. ഇനിയിപ്പൊ എന്ത് തോന്നാൻ? മോനെ അപ്പു, നീ എന്താ വരാൻ ആവശ്യം? ചോദ്യമൊക്കെ മര്യാദക്ക് എഴുതിയാ പോരെ, അപ്പൊ ഉത്തരങ്ങൾ കറക്റ്റ് ആവൂലേ? അതിനൊന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുതിയാ പോരെ, അപ്പൊ ഉത്തരവൊക്കെ കൃത്യം വരൂലേ? എന്നാ പിന്നെ മഹാത്മാഗാന്ധിയുടെ ഭാര്യയുടെ പേര് കമലാക്ഷി എന്നാവനൊന്ന് പ്രാർത്ഥിച്ചേ. മഹാത്മാഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കമലാക്ഷി? എടാ, കസ്തൂർബാന്നല്ലേ? ഇതെങ്ങനെ കമലാക്ഷിയാവും? ഞാൻ കമലാക്ഷി എന്നാണ് എഴുതിയത്. അപ്പന് പറ്റിയ മകൻ. അപ്പൊ മോളെ, ഞങ്ങൾ പോക്കോട്ടെ. ടാറ്റാ, ബൈ ബൈ. ബാഗ് നട്ടാ മോനെ. ഇത് എന്നാ കേട്ടോ ഇതിനകത്ത്? പുസ്തകല്ലേ? അമ്മോ, ആ അപ്പുവിന്റെ ഡാഡി ഒരു ലോക മണ്ടനാണ്. അയാളുടെ മണ്ടത്തരങ്ങളിലും പൊങ്ങച്ചതിനും കേട്ട് എനിക്ക് വട്ട പിടിച്ചോ. നിനക്ക് വട്ട പിടിച്ചോ? എന്താ ചിരിച്ചു നിൽക്കുന്നത്? വല്ല തമാശയും ഉണ്ടായോ? ആ അപ്പുവിന്റെ ഡാഡിയുടെ മണ്ടത്തരങ്ങൾ കേട്ട് ചിരിച്ചു പോയതാണേ. എന്തായാലും ഒരാഴ്ചത്തേക്ക് ചിരിക്കാനുള്ള വകയായി. വാക്കുകളിലും പ്രവൃത്തികളിലും ആർക്കും തെറ്റ് പറ്റിയേക്കാം എന്ന് കരുതി നമ്മൾ ആരെയും പരിഹസിക്കരുത്. പ്രായത്തെ മാനിക്കണം. അന്യരെ നിന്ദിച്ച് സംസാരിക്കുന്നത് പാപമാണ്. നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് നന്മ സംസാരിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ കുറിച്ചും നന്മ സംസാരിക്കും. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ.